ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗീതു ഇവരെ പറ്റിച്ച് അവിടെ നിൽക്കാനും അതുപോലെ തന്നെ ഗോവിന്ദനും ഇവരും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൻ്റെ ആഴം എത്രത്തോളമാണെന്ന് മനസ്സിലാക്കണമെന്നും അതിനുശേഷം വേണം ഇനി അങ്ങോട്ടുള്ള എൻ്റെ പുതിയ നീക്കങ്ങൾ നടത്താനെന്നൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് വിജയലക്ഷ്മിയോടും അതുപോലെ തന്നെ നമ്മുടെ രഞ്ജുവിനോടും പറയുന്നു. അപ്പോൾ രഞ്ജുവിനോട് അത് പറയുന്ന സമയത്ത് രഞ്ജു ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ കേട്ട് ഭയങ്കര സന്തോഷമായിട്ട്, അതെ നീ കളിച്ച് ഒന്നും ഇല്ലാതാക്കുമോ, എനിക്കിപ്പോൾ നിങ്ങളോടൊക്കെ ഒപ്പം ജീവിക്കാനുള്ള ആ ഒരു കൊതി കൂടി എന്നുള്ള കാര്യം ഇങ്ങനെ പറയാം. അത് കേട്ടപ്പോൾ ഇവർക്ക് വിഷമമായിട്ടോ, അവരിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക. ആ സമയത്ത് എന്താടി ഇങ്ങനെ എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജു അന്നേരത്തേക്ക് അങ്ങോട്ടേക്ക് ചെന്നു കേട്ടോ. നിന്റെ ഡയലോഗ് എന്തായാലും സൂപ്പറാണെന്നും പറഞ്ഞ് ഗീതു ചേർത്ത് പിടിക്കുക. ധ്യാനിൻ്റെ കൂടെ ജീവിക്കാൻ മുട്ടി നിൽക്കുന്നവളല്ലേ നീ, എല്ലാവരും ഒന്നിമിക്കുന്നതിന് മുന്നേ ധ്യാൻ നിന്നെ കല്യാണം കഴിക്കല്ലേ, പിന്നെ എന്താണെന്ന് ചോദിച്ചു ഗീതു. അത് കേട്ടപ്പോൾ രഞ്ജുവിന് ഭയങ്കര സന്തോഷം. അപ്പോഴേക്കും വിജയലക്ഷ്മി അമ്മയ്ക്ക് കരച്ചിൽ വന്നു. എൻ്റെ ഏട്ടൻ്റെയും അമ്മയുടെയും നാത്തൂൻ്റെയും കൂടെ കുറച്ച് കാലം ജീവിച്ചിട്ടൊക്കെ മതി വിവാഹമെന്ന് രഞ്ജു. അത് ഞാൻ ധ്യാനോട് പറഞ്ഞോളാമെന്നൊക്കെ പറയണം. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഇവർക്ക് ആകെ സങ്കടം കേട്ടോ. അമ്മ എന്താ മാറി നിൽക്കുന്നേ എന്ന് ചോദിച്ചപ്പം ഒന്നുമില്ല എന്ന് പറഞ്ഞു. അമ്മ എഴുന്നേറ്റ് വാ എന്നും പറഞ്ഞ് മോൾ അമ്മയെ വിളിക്കുന്നു. അങ്ങനെ 3 പേരും കൂടെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പം ഈ കഥകളൊന്നും അറിയാതെ അവിടെ പിന്നെ കാണിക്കുന്നത് വരുണിനെയും അതുപോലെ കൂട്ടുകാരിയെയുമാണ്. അപ്പം അമ്മയെ വിളിക്കുക വരുൺ. അമ്മേ, ഗീതു ഇപ്പോൾ രഞ്ജുവിനെ എത്തിച്ചിരിക്കുന്നത് വിജയലക്ഷ്മിയുടെ വീട്ടിലേക്കാണെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഗോവിന്ദേട്ടനും ഓഫീസിലാകെ പ്രശ്നമായിരുന്നെന്നാ പറഞ്ഞതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ സുവർണയ്ക്ക് കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ സുവർണയ്ക്ക് കൊടുത്തു. സുവർണ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ രാധികയ്ക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഗീതു എങ്ങോട്ട് പോകുന്നു, എന്ത് ചെയ്യണം എന്നൊക്കെ കൃത്യമായി ശ്രദ്ധിക്കണമെന്നല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത് എന്ന് രാധിക സുവർണയോട് ചോദിക്കുന്നു. അപ്പോൾ ഗോവിന്ദ് സാറിന് സംശയം തോന്നിയാലോ എന്ന് കരുതിയിട്ടാണെന്ന് പറഞ്ഞപ്പം സംശയം തോന്നാത്ത രീതിയിൽ ഫോളോ ചെയ്യണം, അതല്ല നിൻ്റെ മിടുക്ക് എന്ന് ചോദിച്ചു. സുവർണ, നീ ഇപ്പോൾ എവിടെ ഉള്ളതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഓഫീസിൻ്റെ സമീപത്തുണ്ട് മാഡം. അത് പോരാ, കണ്ണൻ ചെമ്പകശ്ശേരിയിൽ പോകുന്നോ, അവർ തമ്മിൽ കാണുന്നോ എന്നൊക്കെ അറിയണം എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ അതിനുള്ള ആളെ ഞാൻ ചെമ്പകശ്ശേരിയുടെ അടുത്ത് ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ നിനക്കെന്താ ജോലിയെന്ന് ചോദിച്ചു. അതുതന്നെ ഞാൻ മാഡം, വേറൊരാൾക്ക് സബ് കൊടുക്കാനല്ല നിന്നെ ഇക്കാര്യം ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നത്, അതിന് നിനക്ക് പറ്റുമോ എന്ന് ചോദിച്ചപ്പം ഞാൻ ചെയ്യാം മാഡം എന്ന് പറഞ്ഞു. എത്രയും പെട്ടെന്ന് കൃത്യമായ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമോ. അവൻ്റെ കൂടെ ചുറ്റിക്കറങ്ങാനല്ല നിനക്ക് ഞാൻ ശമ്പളം തരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നേരിട്ട് നോക്കിക്കോളാം മാം എന്ന് പുള്ളിക്കാരി അങ്ങ് പറഞ്ഞു. അങ്ങനെ സുവർണയെ എടുത്തിട്ട് കുടഞ്ഞിട്ട് രാധിക ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അപ്പോഴേക്കും രാധികയ്ക്ക് അവിടെ ടെൻഷനായി, ഇവർക്കിവിടെ അതിനേക്കാളും വലിയ ടെൻഷനായി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള ഒരു ഇതിലാണ് രാധിക. അപ്പോൾ ഇവരുടെ നീക്കങ്ങളെല്ലാം അപ്പോൾ ദേ അറിയുന്നുണ്ട്. എന്തായാലും നീ വേഗം ഏട്ടനെ വിളിക്കാൻ പറയണമെന്നും പറഞ്ഞുകൊണ്ട് പൂജയുടെ അടുത്തേക്ക് ചെല്ലുവാണ്, പ്രിയയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ പ്രിയ അവിടെ ഇങ്ങനെ നിൽപ്പുണ്ട്. പ്രിയ അവിടെ നിന്നപ്പോൾ അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചു. നിൻ്റെ ഏട്ടൻ എവിടെയാണെന്ന് നീ തന്നെ വിളിച്ച് ചോദിക്കാൻ പറഞ്ഞു. എൻ്റെ അമ്മയെ വിളിച്ചിട്ട് കിട്ടണില്ല എന്ന് പറഞ്ഞു. അതിന് നമ്മുടെ കോൾ എടുക്കാൻ കണ്ണൻ എവിടെയാ സമയം എന്നും പറഞ്ഞുകൊണ്ട് രാധിക ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുക കേട്ടോ. അമ്മേ, ഏട്ടൻ എന്തെങ്കിലും ജോലിയിലായിരിക്കും, അത് പൂർത്തിയാക്കാതെ ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് ഏട്ടൻ പോരില്ലെന്ന് അറിയില്ലേ. രഞ്ജുവിൻ്റെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഉറപ്പുള്ള എവിടെയെങ്കിലും അവരെ സുരക്ഷിതമായി ആക്കിയിട്ട് ഇവിടേക്ക് തന്നെ ഏട്ടൻ തിരിച്ചു വരും, നോക്കിക്കോളാൻ പറഞ്ഞു. ഓഹോ, നീയും ഇപ്പോൾ അവന് സപ്പോർട്ടായോ എന്ന് രാധിക ചോദിക്കുക. ഏട്ടൻ്റെ സ്നേഹം പങ്കിട്ട് പോവാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് നിലവിളിച്ചവളല്ലേ നീ എന്ന് ചോദിച്ചപ്പോൾ അത് പങ്കിട്ട് പോവില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് എനിക്ക് ഇത്രയും ധൈര്യമെന്ന് നമ്മുടെ പ്രിയ പറഞ്ഞു. നീ ഇങ്ങനെ വളം വെച്ച് കൊടുത്തോ, ഒടുവിൽ നിനക്ക് കിട്ടേണ്ട സ്വത്തുക്കളുടെ പാതിയുമായിട്ട് അവളങ്ങ് പോകുമെന്ന് പറഞ്ഞപ്പം സ്വത്തല്ലേ കൊണ്ടുപോകാൻ പറ്റൂ, ഗോവിന്ദേട്ടനെ കൊണ്ടുപോകില്ലല്ലോ എന്നും പ്രിയ. രാധിക ചമ്മി. എനിക്ക് എൻ്റെ ഏട്ടനെ മാത്രം മതിയെന്നും പറഞ്ഞു. അവിടെയും രാധിക ചമ്മി. അതും പറഞ്ഞ് മോൾ അങ്ങ് പോയി. രാധികയ്ക്ക് അവിടെയും വോയിസ് ഇല്ലാതായി. രാധിക എന്നിട്ട് അടുത്തത് എന്ത് എന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇങ്ങനെ സംസാരിച്ച് അവരങ്ങനെ ഇതങ്ങ് കഴിഞ്ഞു. ഇത് കഴിഞ്ഞപ്പോൾ ഗോവിന്ദ് വണ്ടി ഓടിച്ചു വരുന്നു. ഈ സമയത്ത് രഞ്ജു ഇവിടുത്തെ ലൊക്കേഷനാണല്ലോ അയച്ചു തന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആ വഴിയിൽ വരിക. നോക്കുമ്പോൾ ചെമ്പകശ്ശേരിയിൽ തൻ്റെ ഏട്ടൻ ഇങ്ങനെ ചെമ്പകശ്ശേരിയിൽ വന്ന് നിൽക്കുന്നു. ആ സമയത്ത് രഞ്ജു പുറത്തിറങ്ങി നിൽപ്പുണ്ട്, സുവർണ തൊട്ടപ്പുറം ഒളിച്ച് നിൽപ്പുണ്ട്. ഇതെല്ലാം കാണുവാണ്. ആ സമയത്ത് അകത്ത് നിന്ന് ഗീതുവും അമ്മയും ഇതൊക്കെ കാണുന്നു. ആ സമയം ഗോവിന്ദ് ഇത് കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. നീ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിച്ചു. ഗോവിന്ദേട്ടൻ അകത്തേക്ക് വാ, നമുക്ക് ഇരുന്ന് സംസാരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് വിളിക്കുക രഞ്ജു. ഗോവിന്ദനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കലിപ്പ്. ഗീതു നിന്നെ ഇവിടെയാണോ കൊണ്ടുവന്ന് ആക്കിയെന്ന് ചോദിച്ചു. അതെ ഗോവിന്ദേട്ട, എന്നെ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയിട്ട് എങ്ങോട്ടോ പോയി എന്നുള്ള കാര്യം പറഞ്ഞു. ഗോവിന്ദേട്ടൻ വന്നിട്ട് പോയാൽ മതിയെന്ന് ഞാൻ മാക്സിമം അവളോട് പറഞ്ഞത് അവൾ കേട്ടില്ലെന്നൊക്കെ രഞ്ജു. ഗീതു, ആ അസുരവിത്തിനെ ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുന്നതൊക്കെ അമ്മയും ഗീതും കേൾക്കുക. അപ്പോൾ
എൻ്റെ അച്ഛനിട്ടുള്ള വിളി തുടങ്ങി. കണ്ണേട്ടൻ പറഞ്ഞ അസുരൻ എൻ്റെ പിതാശ്രീയെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് ഗീതുവിൻ്റെ ഫോണിലേക്ക് എടുത്ത് വിളിക്കുന്നു, പക്ഷെ കിട്ടുന്നില്ല. ആ സമയത്ത് എൻ്റെ ദൈവമേ, അവൻ നിന്നെ എന്തൊക്കെ വിളിക്കും, എൻ്റെ അടുത്ത് നിന്ന് അവൻ്റെ കോള് നീ എടുക്കരുതെന്ന് പറഞ്ഞു. അതെന്താന്ന് ചോദിച്ചപ്പം, അല്ലേ എൻ്റെ അടുത്ത് വെച്ച് അവൻ നിന്നെ വിളിക്കുന്ന ചീത്ത ഞാൻ കേൾക്കണ്ടേ? എൻ്റെ പൊന്നെ, എന്നോട് വഴക്കുണ്ടാക്കുന്നവരും ഉറപ്പാന്ന് പറഞ്ഞപ്പോൾ അവൻ എൻ്റെ മുന്നിൽ വെച്ച് നാവിൽ നിന്നൊരു അക്ഷരം എടുത്ത് വിണ്ടില്ല. പിന്നെയല്ലേ വഴക്കുണ്ടാക്കുന്നതെന്ന് പറഞ്ഞ അമ്മ മോളോട്, മര്യാദയ്ക്ക് ചെല്ല്, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പം ചെന്നാൽ നിങ്ങൾ എൻ്റെ അമ്മായി അമ്മയല്ലേ ഞാൻ കണ്ണനോട് ചോദിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിജയലക്ഷ്മി അമ്മയെ ഭീഷണിപ്പെടുത്തുന്നു ഗീതു. ആ യക്ഷി ഫോൺ എടുക്കണില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ദേഷ്യം. അപ്പോഴേക്ക് സുവർണ അവിടെ നിന്ന് ഇതെല്ലാം ക്യാമറ പകർത്തു കേട്ടോ. അപ്പോൾ നിന്നെ കൊണ്ടുവന്ന് ഇത്രയും വലിയൊരു കുഴിയിൽ ചാടിച്ചിട്ട് അവൾ മാളത്തിൽ കയറി ഒളിച്ചു, അവൾ മാറി നിന്ന് സന്തോഷിക്കുന്നു, വെറും സൈക്കോയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഗീതുവിനെ വിളിക്കണ തെറുക്കി യാതൊരു കൈയും കണക്കില്ല. ഇതൊക്കെ കേട്ടിട്ട് അമ്മയ്ക്ക് അയ്യോ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ രഞ്ജുവിനും ആകെ ഇതായി. അപ്പോൾ അടുത്ത വിശേഷണം സൈക്കോ ഗീതു എന്നും പറഞ്ഞ ഗീതു ഇങ്ങനെ അവിടെ നിന്ന് ഓരോന്നൊക്കെ പറയുവാണേ. നീ വാ നമുക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിക്കുമ്പോൾ, അയ്യോ ഗോവിന്ദേട്ടാ ചായ കുടിച്ചിട്ട് പോകാം, അമ്മ ചായ എടുക്കുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞപ്പോഴേക്കും ഗോവിന്ദൻ ഞെട്ടി. അമ്മയോ? നീ എന്താ ഈ പറഞ്ഞതെന്ന് ചോദിച്ചു. നിനക്ക് എന്താ പറ്റിയത്? ഇത് നമ്മുടെ ശത്രുവിൻ്റെ വീടാ എന്ന് പറഞ്ഞപ്പോൾ രഞ്ജു ഇങ്ങനെ പേടിച്ച് നിൽക്കുവാണേ. അപ്പോൾ കണ്ണേട്ടൻ നമ്മളെ വിളിച്ചുകൊണ്ട് പോകുന്നതിന് മുന്നേ വേഗം ചെല്ല്, അമ്മ ചെല്ലെന്നും പറഞ്ഞുകൊണ്ട് അമ്മയെ ഉന്തി തള്ളി വിടുവാണ് നമ്മുടെ ഗീതു. ആ സമയത്ത് ഇവർ പോകാൻ തുടങ്ങിയതും പുറകിൽ നിന്ന് വിളിച്ചു, ഗോവിന്ദേ എന്നും പറഞ്ഞുകൊണ്ട്. ഇവള് എൻ്റെ മകളാണെന്നും പറഞ്ഞുകൊണ്ട് അമ്മ, ഇവളെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ നീ ആരാ എന്ന് ചോദിച്ചുകൊണ്ട് ഗോവിന്ദനോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ചെല്ലുന്നു. ആരാ നീ? പറ, നീ ആരാ? പറ, ആരാ നീ എന്ന് ചോദിച്ചുകൊണ്ട് അമ്മ ഇങ്ങനെ ഗോവിന്ദനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. രഞ്ജുവിനാണെങ്കിൽ ഒന്നും മിണ്ടാനും പറ്റുന്നില്ല. അയ്യോ, ഒരുമാതിരി നേഴ്സറി പിള്ളേരുടെ നാടകം പോലെ ഉണ്ടെന്ന് പറഞ്ഞ ഗീതു അകത്ത് നിന്ന് ഭയങ്കര ഒറിജിനാലിറ്റിയാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇവളുടെ ജീവിതം തകർത്തത് നിങ്ങളാ, എന്നിട്ട് വാത്സല്യം നടിച്ച് എന്നോട് കൊമ്പ് കോർക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്ന് ഗോവിന്ദൻ അവിടെ നിന്ന് ഒച്ചയ്ക്ക് വിളിച്ച് ചോദിക്കുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഗീതു കേട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഗോവിന്ദേട്ട അമ്മയ്ക്ക് പറയാനുള്ളതും കൂടി ഒന്ന് കേൾക്കാൻ പറഞ്ഞു. അപ്പോൾ രഞ്ജു നിനക്ക് എന്താ പറ്റിയത്? ഇവരോട് ക്ഷമിക്കാൻ നിനക്ക് എങ്ങനെ പറ്റുന്നു എന്ന് ഗോവിന്ദ് ചോദിക്കുന്നു രഞ്ജുവിനോട്. ഈ സമയത്ത് അമ്മയൊന്നും മിണ്ടുന്നില്ല. ഗീതു ഇങ്ങനെ ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുമല്ലേ. ആ കാളകൂട വിഷം ഗീതു നിന്നെ ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിനെ കുറ്റം പറയുമ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ നമ്മുടെ ഗീതു. അമ്പലപ്പുഴ പാൽപ്പായസം പോലെ സ്വീറ്റായി എന്നെ കാളുകൂടെ വിഷമാക്കാൻ കണ്ണേട്ടൻ എങ്ങനെ തോന്നി എന്നൊക്കെ ഗീതു ഇങ്ങനെ അവിടെ നിന്ന് ചിന്തിക്കുമ്പോൾ ഗോവിന്ദ് അവളെ വിടാനാ പറഞ്ഞെന്ന് പറഞ്ഞ് ചെല്ലുന്നു. അവളെ ഒരിക്കലും ഞാൻ നിൻ്റെ കൂടെ എൻ്റെ മോളെ വിടില്ലെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ വരാൻ ഇവൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോവുക തന്നെ ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ്, രഞ്ജു ഇവരോട് കൂടുതൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ ഗോവിന്ദ് രഞ്ജുവിനെ പിടിച്ചു വലിക്കുക. അപ്പോഴേ ഗോവിന്ദേട്ട പ്ലീസ്, നമുക്ക് എല്ലാവർക്കും ഗുണകരമായ എന്തോ ഒരു തീരുമാനമാണ് ഗീതു എടുത്തതെന്ന് പറഞ്ഞപ്പം എന്തോന്ന് ഉപകാരം, ആ പെരുങ്കള്ളിയെ വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കുന്നില്ല. അല്ലെങ്കിൽ അവളുണ്ടല്ലോ കായംകുളം കൊച്ചുണ്ണി, അവളും ഹിത്തിക്ക് ഇപ്പൊക്കെയും കൂടെ കൂടിയുള്ള കളിയായത്, അവരും ഫോൺ എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അതായത് നമ്മുടെ അജാസ്. അങ്ങനെ രണ്ടുപേരെയും കൂടെ ഇങ്ങനെ പറയുന്നു. അപ്പം ഞാൻ കൊച്ചുണ്ണിയും ഇക്ക പക്കിയാണെങ്കിലേ കണ്ണേട്ടൻ ആരാന്നറിയോ? വീരപ്പൻ, കാട്ടുകള്ളൻ. നീ എന്താ ആലോചിക്കുന്നത്? ഒന്ന് വണ്ടി കയറടി എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ദേഷ്യപ്പെടുക. അപ്പോഴേക്കും അല്ല ഗോവിന്ദേട്ടാ, ഞാനൊരു കാര്യം ആലോചിക്കായിരുന്നു എന്ന് നമ്മുടെ രഞ്ജു. എന്ത്? ഈ കായംകുളം കൊച്ചുണ്ണിയുടെയോ മിസ്റ്റർ പക്കിയുടെ കാലത്തെ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പം നിനക്കിതെന്താ പറ്റിയതെന്ന് ഗോവിന്ദൻ ചോദിക്കുക. അപ്പോഴേക്കും നമ്മുടെ ഗീതുവിന് ചിരി വരുന്നു. പെട്ടെന്നാണ് അവിടുന്ന് കോള് വന്നുകൊണ്ടിരിക്കുന്നത്. അയ്യോ എൻ്റെ ദൈവമേ, പക്കി എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പക്ഷേ വീരപ്പം മുമ്പിൽ നിൽക്കുമ്പോൾ കായംകുളത്തുനിന്ന് നീ കൊച്ചുണ്ണി എങ്ങനെ പുറത്തിറങ്ങും എന്നിങ്ങനെ ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ ബാക്കിലെ മതിൽ ചാടാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ബാക്കിലെ മതിൽ ചാടുന്നു. അപ്പോൾ ഈ സുവർണ അവിടെ നിൽക്കുന്നൊന്നും നമ്മുടെ ഗീതു കാണുന്നില്ലല്ലോ. അപ്പോഴേക്കും ഗീതു പതുക്കെ പുറകിൽ വന്ന് നിൽക്കുന്നു. അപ്പോഴേക്കും വലിയ മതിലൊക്കെ നമ്മുടെ ഗീതു ചാടി കിടക്കുക. ഈശ്വര, ഇത്രയും വലിയ മതിലൊക്കെ ചാടി ഞാൻ മരിക്കുമല്ലോ എന്നും പറഞ്ഞുകൊണ്ടൊക്കെ ഗീതു ഇങ്ങനെ ചാടുക കേട്ടോ. ഒരു തരത്തിൽ ചാടി. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ സ്വയം ഓരോന്നൊക്കെ ചെയ്യും കേട്ടോ പാവം ഗീതു. അത് കഴിഞ്ഞപ്പോഴേക്കും വണ്ടി കുറച്ച് അപ്പുറം മാറ്റിയിട്ടിട്ട് ഗീതുവിനെ വിളിക്കുക. അപ്പം ഇങ്ങനെ വിളിച്ചാൽ ഞാൻ ചാടി വരാൻ വല്ല ഡിങ്കനുമാണോ? ആദ്യം കണ്ണേറ്റനെ വിളിച്ച് അകത്ത് കയറ്റുക, എന്നാലേ ഈ ഡ്രാമ വർക്കൗട്ട് ആവുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ പറയാം. അപ്പോൾ എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ്, അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് എന്നെ ചതിക്കായിരുന്നല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ പറയുക കേട്ടോ. ഗോവിന്ദനാണ് അകത്ത് കയറുന്നില്ല.
ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ എനിക്കൊരു കാര്യം മനസ്സിലായി, നിനക്ക് ഏട്ടനേക്കാളും വലുത് ഇവരാണെന്ന് തന്നെയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഗീതു എന്ന് പറഞ്ഞ അമ്മ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ നിനക്ക് ഇവരെ വേണ്ട എന്ന് എപ്പോൾ തോന്നുന്നു അപ്പോൾ ആ നിമിഷം നീ എന്നെ വിളിച്ചാൽ മതി, നിൻ്റെ ഒരു ഫോൺ കോളിൽ ഞാൻ പറന്നു വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ല ഏട്ടാ, എന്നെ വെറുത്തിട്ട് എൻ്റെ ഏട്ടൻ പോയി ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രഞ്ജു ഗോവിന്ദനെ കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ ഏട്ടനോടുള്ള സ്നേഹം കാണിച്ച് ഗീതു ഇനി വരാനുള്ള ഒരു സാധ്യതകൾ ഇങ്ങനെ ഉണ്ടാക്കുക. ഈശ്വര, ഇതെന്താ ധ്യാനമൊക്കെ വരാത്തേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ പുറത്ത് നിൽക്കുക കേട്ടോ. ഗീതു എന്നായിട്ടും വിളിച്ചുകൊണ്ടിരിക്കുക. ദേ എൻ്റെ ദൈവമേ, ഇവിടെ ഗോവിന്ദേട്ടൻ വന്നു, ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ഗീതു അജാസയ്ക്കോട് ചോദിക്കുക. അയ്യോ, കാര്യങ്ങളെല്ലാം കുഴഞ്ഞോ, ഇനി പെങ്ങളെങ്ങനെ സീനിൽ വരുമെന്നൊക്കെ ചോദിച്ചു. ഓ അത് പിന്നെ എനിക്കറിയില്ല, ഞാനൊരു അറ്റ കൈ പ്രയോഗം നടത്താൻ പോവുക, ഇക്ക കൂടെ നിന്നോണേ എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നമ്മുടെ ധ്യാൻ ചോദിച്ചു. അവളുടെ ഓരോ കുസൃതികളാണെന്ന് ഇക്ക പറയുകയും ചെയ്തു. എന്നിട്ട് അവരങ്ങനെ പോരുന്നു. ഈ സമയത്ത് ഗോവിന്ദനെ ഒരു രീതിയിൽ പിടിച്ച് സമാധാനിപ്പിച്ച് വീടിനകത്തേക്ക് കൊണ്ടുവരുവാണ് നമ്മുടെ രഞ്ജു. അങ്ങനെ അവർ വീടിനകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോഴേക്കും ധ്യാനിനും അതുപോലെ അജാസും കൂടി അങ്ങോട്ടേക്ക് വന്നു. ഇവർ രണ്ടുപേരും കൂടെ വന്നപ്പം ഗോവിന്ദേട്ടനല്ലേ എന്ന് ചോദിച്ചു. ധ്യാൻ വന്ന് എനിക്ക് മനസ്സിലായില്ലല്ലോ എന്ന് പറഞ്ഞപ്പം ഇതാണ് ധ്യാൻ എന്നുള്ള കാര്യം നമ്മുടെ രഞ്ജു പറഞ്ഞപ്പോഴേക്കും ഗോവിന്ദൻ ഞെട്ടി. ഭയങ്കര ഞെട്ടലെന്ന് പറഞ്ഞാൽ ഭയങ്കര ഞെട്ടലായിപ്പോയി. അപ്പോഴേക്കും ഗീതു തൊട്ടപ്പുറം ഇങ്ങനെ നിൽക്കുമല്ലേ, പാവത്തിനകത്ത് കയറാനായിട്ട് പറ്റുന്നില്ല. ആ സമയം അജാസ് ഇങ്ങനെ ഗീതുവിനെ വണ്ടിയിൽ ഇങ്ങനെ തട്ടി വിളിക്കും. അപ്പോൾ അജാസ് കണ്ടു ഗീതുവിനെ. അപ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അപ്പോൾ കാണിക്കുന്നു വരാനായിട്ട് അജാസ് വരുന്നു. അപ്പം ഞാൻ ബാക്കിൽ കൂടെ വരാമെന്നൊക്കെ പറഞ്ഞ് ഗീതു ഇങ്ങനെ പറയുന്നു. അപ്പോഴേക്കും അജാസ് വണ്ടി തുറന്നിട്ട് കൊടുത്തു. ഈ സമയത്ത് ഗീതു പതുക്കെ വണ്ടിയിൽ ചെന്ന് കയറുന്നു. പക്ഷെ ഇതെല്ലാം ഈ സുവർണ മൊബൈലിൽ പിടിച്ചു. ഇതൊന്നും ഇവരാരും കാണുന്നില്ല. മൊത്തത്തിൽ പൊളിഞ്ഞു. അപ്പോൾ നിന്നെ ഞാൻ വെച്ചിട്ടുണ്ടടി, അല്ല നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടടി എന്ന് പറഞ്ഞുകൊണ്ട് സുവർണ ഇതെല്ലാം കൂടെ ചേർന്ന് ഇപ്പം തന്നെ എല്ലാം ഓക്കെ ആക്കി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എങ്ങനെ സുവർണ അതൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് ധ്യാൻ എങ്ങനെയാണ് വന്നത്? ധ്യാൻ നേരത്തെ വന്നിരുന്നു, രഞ്ജു എന്നോടൊന്നും പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ സംസാരിക്കുമ്പോൾ അത് പിന്നെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് തന്നെയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിജയലക്ഷ്മി അമ്മ പറയാം. അപ്പോഴേക്കും ഗോവിന്ദ് ഇങ്ങനെ തുറച്ച് നോക്കുക വിജയലക്ഷ്മി അമ്മയെ. ഇവനെ കൊണ്ടുവന്നത് ഗീതുവാണെന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ തുറിച്ച് നോക്കുക കേട്ടോ ഇങ്ങനെ അമ്മയെ മകൻ. അവർ രണ്ടുപേരും വണ്ടിയിലിരുന്ന് കാണുന്നു. അതേട്ടാ, ഗീതു ധ്യാനെ കോണ്ടാക്ട് ചെയ്തിരുന്നു, നമ്മുടെ മുന്നിലെല്ലാം സസ്പെൻസ് ആക്കി വെച്ചിരുന്നത് അവളാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വല്ലാണ്ട് ഞെട്ടലോടുകൂടി ഗോവിന്ദൻ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ പെങ്ങളുടെ ഇൻട്രൊഡക്ഷൻ ഇപ്പോഴാണ്. ഞാനൊരു സീനൊന്ന് കൊഴുപ്പിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആംബുലൻസിൻ്റെ ശബ്ദമാകരുതെന്ന് ഗീതു. അപ്പോൾ അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഗീതുവിനോട് നന്ദി പറയേണ്ടത് ഞാനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ധ്യാൻ ഇങ്ങനെ പറയുമ്പം നിങ്ങളെല്ലാവരും ഈ പുട്ടിൽ തേങ്ങ ഇടുന്നത് പോലെ ഗീതുവിനെ പുകഴ്ത്താതെ ഗീതു എവിടെ ഉണ്ടെന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ ഗീതുവേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിക്കുക, മോളെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ വിജയലക്ഷ്മി അമ്മ വിളിക്കുമ്പോൾ കുറേ നേരമായിട്ട് നിൻ്റെ അമ്മ രാമനാമം ജപിക്കുന്നത് പോലെ ഗീതു എന്ന് വിളിക്കുക, അവരോട് മിണ്ടാതിരിക്കാൻ പറയാൻ പറഞ്ഞു ഗോവിന്ദൻ. ആ സമയത്ത് നമ്മുടെ ഗീതു വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഗീതു വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് ഇങ്ങനെ നിൽക്കുവാണ്. അയ്യോ ഗീതു കാറിൽ എന്നും പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി അമ്മ മൊത്തത്തിൽ സീൻ കോളമാക്കി അങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുന്നു. ഗീതു ഇങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി തലയെടുപ്പോട് കൂടി ഇങ്ങനെ നിൽക്കുന്നു. ഭയങ്കര സെറ്റപ്പിലാണ്. ഗോവിന്ദന് ഭയങ്കര കലിപ്പാണ് ഗീതുവിനോട്. പല്ലുറമി പിടിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ മോളെ നീ എപ്പോൾ എത്തി എന്നും ചോദിച്ചുകൊണ്ട് അമ്മ ഇങ്ങനെ കാണിക്കുമ്പോൾ ഭയങ്കര അത്ഭുതം ധ്യാനിനുമൊക്കെ. ഈ സമയത്ത് ഇതെല്ലാം സുവർണ. അപ്പോൾ എല്ലാം ഗീതുവിൻ്റെ ഡ്രാമയാ. ഈ വീഡിയോ ഗോവിന്ദ് സാറിനെ കാണിച്ച് ഗീതുവിനെ പുറത്താക്കാൻ രാധിക മാമിന് പറ്റും എന്ന് സുവർണ അവിടെ നിന്ന് ചിന്തിക്കുന്നു. അങ്ങനെ നമ്മുടെ ഗീതു അങ്ങോട്ടേക്ക് സ്റ്റൈലായിട്ട് നടന്നു വരുന്നു. അപ്പോൾ മോളെ നീ ഇത് എങ്ങോട്ട് പോയതായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർക്ക് ജീവിതം കൊടുത്തോണ്ടേ ഇരിക്കും, പണ്ട് മുതലേ അതെൻ്റെ ഒരു വീക്ക്നെസ് ആണെന്നൊക്കെ പറഞ്ഞ് ഗീതു നിന്ന് അഭിനയിച്ച് തകർക്കുന്നു. കണ്ണേട്ടന് ജീവിതം ആവശ്യമുണ്ടെങ്കിൽ പറയണം കേട്ടോ, 1 2 എണ്ണം തരാൻ ഞാൻ തയ്യാറാണ് എന്ന് ഗീതു ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേനും ഗീതുവിനെ ഇട്ടിക്കാൻ വേണ്ടി കൈയൊക്കെ ഇങ്ങനെ ചുരുട്ടി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിനക്കിട്ടുള്ളത് ഞാനും തരുന്നുണ്ടെന്ന് നമ്മുടെ ഗോവിന്ദ. അതെ, നമ്മളെല്ലാവരും എന്തിനാ ഇങ്ങനെ വെളിയിൽ നിന്ന് സംസാരിക്കുന്നത്, അകത്ത് നിന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ധ്യാൻ എനിക്ക് ഇത്തിരി സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു ഗോവിന്ദ. നമുക്ക് പുറത്തൊന്ന് പോയി സംസാരിച്ചാലോ? അപ്പോൾ ധ്യാൻ നമ്മുടെ റിസോർട്ടിലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു ഗീതു. നമ്മുടെയോ? അതെ, കണ്ണേട്ടൻ ധ്യാനിനെ കൂട്ടി അങ്ങോട്ട് പോയിക്കോ, ഞാനും രഞ്ജുവും കൂടി ഇക്കയുടെ കാറിൽ വരാം എന്നിങ്ങനെ പറഞ്ഞപ്പം നിന്നെ കൊണ്ടേ ഞാൻ പോകുന്നുള്ളൂ എന്ന് നമ്മുടെ ഗോവിന്ദൻ ഗീതുവിനോട്. ആണോ എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുക ഗീതു. അജാസിൻ്റെ കാറിൽ ഇവർ വന്നോളൂ.
ഈ തീരുമാനം അന്തിമമാണോ നീ ചോദിച്ചപ്പോൾ പോയി കാർ കയറടി എന്ന് പറഞ്ഞുകൊണ്ട് ഗീതുവിനോട് ഗോവിന്ദ് ദേഷ്യപ്പെടുന്നു. ഗീതു ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഇന്നത്തെ കഥയും തീർന്നു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും.